for the sake of time tracking, it's safe to assume that Expresso Global pulled off a 7-day event in a matter of 30 days. The Summit of Future started on 25th of January and we gave our first creative for approval on December 26th. എന്താണ് ഇവന്റ് എന്നുള്ളത് അവർ ടീം നമുക്ക് ബ്രീഫ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടും നമുക്ക് അതിൻ്റെ ഒരു സ്കോപ്പും അതിൻ്റെ ഒരു സ്കെയിലും അനുസരിച്ച് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് നമുക്കുണ്ടോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആക്ച്വലി നവംബറിൽ വരെ മീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രീഫ് മൊത്തം കിട്ട്, ഇതിൽ വരുന്ന സ്പീക്കേഴ്സ്, ആൾക്കാർ, ഇതിൻ്റെ ടോപ്പിക്സ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഹോൾ സാധനം കൺസീവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ചെറിയ പരിപാടിയല്ല, ഇത് വലിയ പരിപാടിയാണ്. ഡിസംബർ 18-19 തീയതികളിലായിരുന്നു നമ്മുടെ മണി കോൺക്ലേവ് നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ട്. 20-ാം തീയതി 18-19 കഴിഞ്ഞ് 20-ാം തീയതിയാണ് ജെയിൻ്റെ സെക്കൻഡ് മീറ്റിംഗ്. പക്ഷെ ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ മീറ്റിംഗ് ജെയിനുമായിട്ട് കൊച്ചിയിൽ നടക്കുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടായിരിക്കുന്ന 2 മെയിൻ കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഇത്രയും വലിയ സ്പീക്കേഴ്സും ഇത്രയും വലിയ ബാൻഡ്സ് ഒക്കെ വരുന്ന വലിയൊരു പ്രോഗ്രാം നമ്മൾ ലീഡെടുത്ത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ പരിപാടി ഇത്രയും വലിയൊരു അറ്റൻഡീസിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടത് 1 മാസം കൊണ്ടാണ് എന്നുള്ളൊരു കൺസേൺ. ഡിസംബർ 21-നാണ് അനസക്ക് എന്നെ വിളിച്ച് ഒരു മീറ്റിംഗ് ഉണ്ട്, ഇന്റേണൽ മീറ്റിംഗ് ഇരിക്കാന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് റൂമിൽ പോയി. അവരെന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, കുറച്ച് വലിയ പ്രോജക്റ്റാണ്, പക്ഷേ കുറച്ചേ സമയമുള്ളൂ. അപ്പോൾ ഞാനാണ് ഡിസൈൻ ലീഡ്. ഇവനത് ഏൽപ്പിച്ച് ഒരു 5 ദിവസം കൊണ്ട് നമ്മളിതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് വലിയൊരു കാര്യം. സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ പ്രൊജക്റ്റ് വന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഫൈസയായിരുന്നു. അപ്പോൾ ഫൈസയായിരുന്നു ഈ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് മീറ്റിംഗ്സിലെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെയായിരുന്നു ഈ ടാഗ് ലൈൻ എന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ബ്രെയിൻ സ്റ്റോമിൽ നമ്മൾ ഇരുന്നപ്പം ആദ്യം തീരുമാനം വന്നത് ഇറ്റ് ഷുഡൻറ്റ് ബി ജസ്റ്റ് എ ടാഗ് ലൈൻ, ഷുഡ് ബി സംതിങ് വിച്ച് ഹാസ് എ കോൾ ടു ആക്ഷൻ ആൻഡ് ദാറ്റ് വുഡ് റിയലി കണക്ട് വിത്ത് ദ ഓഡിയൻസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആർ യു റെഡി ഫോർ ദ ഫ്യൂച്ചർ എന്നൊരു ടാഗ് ലൈൻ ക്രാക്ക് ചെയ്യുന്നത്. ഒരു ഹോർഡിംഗ് ആയിരുന്നു നമുക്ക് ആദ്യം റിക്വയർമെൻ്റ് ആയിട്ട് വന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ആർ യു റെഡി ഫോർ ദ ഫ്യൂച്ചർ ടാഗ് ലൈൻ ലോക്ക്ഡ് ആണ്, പക്ഷേ ഒരു പൊസിഷനിങ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ലാഗിങ് ആയിരുന്നു. അപ്പം നമ്മൾ ആലോചിച്ചപ്പം ഇറ്റ് ഹാസ് ടു ബി ഫ്യൂച്ചറിസ്റ്റിക്, but it shouldn't be something like an educational stuff. It shouldn't be a boxed or a concrete thing. It was for the youth. It has to be vibrant. It has to be a festival. So we came up with a positioning statement: India's biggest futuristic and vibrant festival. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയി, നമ്മുടെ ഡിസൈൻ ലാംഗ്വേജ് ആയി, നമ്മൾ എന്താ വേണ്ടതെന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവൻറ്റിലേക്ക് ഡീപ്പായിട്ട് പോവാണ്. നമ്മൾ ആദ്യം സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം എവറിഥിങ് വാസ് ഗോയിങ് ഇൻ ഇംഗ്ലീഷ്. അത് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്കും കുറച്ച് ബിസിനസ് പീപ്പിൾസിൻ്റെ ഇടയിലേക്കും ഇൻഫോ പാർക്കിൻ്റെ അടുത്തായതുകൊണ്ട് ഇൻഫോ പാർക്കിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അറ്റൻഡീസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം എന്നുള്ളൊരു എമൗണ്ട് നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ, ഒരു ഗോൾ നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രം മാർക്കറ്റ് ചെയ്താൽ പോരെ. ഒരു ക്ലാസ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല, ഇറ്റ് വാസ് ഫോർ എവ്രി വൺ. വി റിയലി വാണ്ടഡ് ടു ബ്രിങ് ദ ഇൻക്ലൂസിവിറ്റി ടു ദ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയാണ് നമ്മൾ എല്ലാം മലയാളത്തിലേക്കും കൂടെ പാരലലി കമ്മ്യൂണിക്കേഷൻ പോകാം എന്നൊരു ഡിസിഷനിലേക്ക് വന്നു. ഒരു നമ്പർ ഓഫ് ഓഡിയൻസിന് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിന് നമ്മുടെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നാണ്. ഐ തിങ്ക് ഒരു നൈറ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് 100 ക്രിയേറ്റീവ്സ് ചെയ്തിട്ടാണ് സ്പീക്കേഴ്സ് ക്രിയേറ്റീവ് 1-ാം തീയതി മുതൽ ലൈവ് ആക്കി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു January 3rd ആയപ്പോഴേക്കും നമുക്ക് മെട്രോ പില്ലേഴ്സ് ചെയ്യേണ്ടി, ഫസ്റ്റ് സെറ്റ് ഓഫ് മെട്രോ പില്ലേഴ്സ് ചെയ്യേണ്ടി വന്നു. വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ടിക്കറ്റ് സെയിൽസിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ്സും സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ ടിക്കറ്റ്സിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനറൽ പാസ്, ഡേ പാസ്, സ്റ്റുഡൻറ് പാസ് ആൻഡ് ഗ്രാൻഡ് പാസ്. നമ്മൾ ഓരോ ഇവൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും ഇവൻ്റ് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ ടെക് എക്സ്പോ ഉണ്ടായിരുന്നു, ഫ്ലീ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു,
കോൺസെർട്സ് ഉണ്ടായിരുന്നു, റോബോവേഴ്സ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്സും മാസ്റ്റർ ക്ലാസ്സസും ഉണ്ടായിരുന്നു. ഇതിന് 4 ടിക്കറ്റ്സിനും 4 സ്ട്രാറ്റജി വെച്ചാൽ മാത്രമേ ഈ 4 ടിക്കറ്റ്സും പ്രോപ്പർലി വിറ്റ് പോകുള്ളൂ എന്നുള്ള ക്ലാരിഫിക്കേഷനും നമുക്കുണ്ടായിരുന്നു. സോ ഇത് ഭയങ്കര ടൈം കൺസ്ട്രെയിൻഡ് ആണ്. നമുക്ക് ലൈക്ക് അത് ഫുൾ ഓഫ് ചെയ്യുക, ആ ഒരു ടൈമിൻ്റെ ഉള്ളിലേക്ക് തന്നെ അത് ഫുൾ ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വാലിഡ് അല്ല. ഇവന്റിന്റെ വലിയൊരു ഭാഗം അതാണ്. ഞങ്ങൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സോഹോയിലെ ടാസ്ക് ഇങ്ങനെ ഡെയിലി ചെയ്യുക, അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ റെഡി ആയി വന്നില്ല. അപ്പോൾ പർവി ഇങ്ങനെ ചോദിച്ചു, നമുക്ക് എല്ലാവർക്കും കൂടി ഡിസൈൻ ടീമും കോണ്ടന്റ് ടീമും എല്ലാവർക്കും കൂടിയിട്ട് റൂമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കുമല്ലോ. പർവ്വത് വന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് ഓർമ്മ വന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ ടീമിനെയും നമുക്കൊരു കോൺഫറൻസ് റൂമുണ്ട്. ശരിക്കും നമ്മൾ ഓൾ ഹാൻഡ്സ് മീറ്റിംഗ് ഒക്കെ നടത്തുന്ന നമ്മൾ കോൺഫറൻസ് റൂമിലേക്ക് എല്ലാവരെയും വിളിച്ച് സെറ്റ് ചെയ്യുന്നു. അതിൽ ഡിസൈനർ ഉണ്ട്, ഡിസൈനർ ലീഡ് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മൊത്തം നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്തു, ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്തു. ഇപ്പം ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു റിക്വയർമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നേരെ തന്നെ എനിക്ക് എലിസബൻ്റെ അടുത്ത് പറയാം. എലിസബത്തിൻ്റെ അടുത്ത് നിന്ന് നേരെ അത് ജോയിലേക്ക് തന്നെ പോകുന്നുണ്ട്. കോണ്ടന്റ് ടീമുണ്ട്, ഡിജിറ്റൽ ടീമുണ്ട്, ഡിസൈൻ ടീമുണ്ട്, മോഷനുണ്ട്. ഇത്രയും ടീം ഒരു റൂമിലിരിക്കുന്നു. മാനേജ് ഞാനായിരുന്നു, ഇവൻറ്റിൻ്റെ സൈഡ് ഞാനായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഞാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഇവൻറ്റിൻ്റെ അക്കൗണ്ട് മാനേജർ ആയിട്ടുണ്ടായിരുന്നത് പർവിയായിരുന്നു. And that was just a beginning. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വാറൂം എന്ന് കേൾക്കുമ്പം ഇറ്റ്സ് ലൈക്ക് എല്ലാവരും വിചാരിക്കുന്ന അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഹൈ പ്രഷർ, എല്ലാവരും ഇങ്ങനെ മൂവിൽ കാണുന്ന പോലെ മുടിയൊക്കെ ഇങ്ങനെ പാറിയിട്ട്. നത്തിങ് ലൈക്ക് ദാറ്റ്. ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കുറച്ചുകൂടെ നമ്മൾ ടീമായിട്ട് തന്നെ അതിൻ്റെ ഒരു സ്പിരിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു റൂമിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിരിക്കും എല്ലാവരും. We were working together, we were editing together, we were writing together, we were eating together, we were sleeping together. ആ ഫ്ലോ ഭയങ്കര രസമായിരുന്നു. അതങ്ങനെ ഭയങ്കര ഒരു മൂഡിൽ നടന്നു പോയി ചില്ല. അപ്പോൾ ജാനുവരി 5 നമ്മുടെ ഓച്ച് ക്യാമ്പയിൻ റിലീസ് ആവുകയാണ് വിത്ത് അവർ പോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യാസ് ലാർജസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് വൈബ്രൻറ്റ് ഫെസ്റ്റിവൽ. വി കെപ്റ്റ് ദ ഡിസൈൻ വെരി മിനിമൽ ബട്ട് യൂസിങ് ഗ്രേഡിയൻസ്. ഇതിൻ്റെ ഒരു ഡെപ്തും ആ ഒരു ഡിസൈനൊക്കെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രേഡിയൻറ്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഈ 7 ദിവസം 7 ട്രാക്സ് ആയിരുന്നു, മൾട്ടിപ്പിൾ ട്രാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓരോ ട്രാക്കിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് we brought in 7 different elements. And the very next day നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യാം. അപ്പം നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലുള്ള ക്രിയേറ്റേഴ്സ് മീറ്റപ്പിന്, അത് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവൻ്റ് അനൗൺസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവൻറ്റിന് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ഇൻഫ്ലുവൻസേഴ്സിനെക്കാട്ടും നല്ലൊരു മാർക്കറ്റിംഗ് വേ ഇല്ല. ജാനുവരി 5 ഫസ്റ്റ് ഓച്ച് ക്യാമ്പയിൻ വരുന്നു. ജാനുവരി 7 ഫസ്റ്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് നടക്കുന്നു. 2 ദിവസം കൊണ്ട് കേരളം മൊത്തം അറിയാണ് ഇത്രയും സ്കെയിലിൽ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. So for someone who likes to live their life as predictable as possible, the next 20 days were unpredictable as fuck. ഞാൻ ജനുവരി 9 ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് were already they were neck deep in the process. നമ്മുടെ 4 കാറ്റഗറീസ് ഓഫ് ടിക്കറ്റ്സിനും 4 ടാർഗറ്റ് ഓഡിയൻസ് ആണ്. അപ്പോൾ ഈ 4 ടാർഗറ്റ് ഓഡിയൻസിനും കറക്റ്റായിട്ട് ഈ മെസ്സേജസ് എത്തിയാലേ നമുക്ക് ടിക്കറ്റ് സെയിൽസ് പ്രോപ്പർലി നടക്കും. അപ്പോൾ ഈ പറഞ്ഞ 4 ടിക്കറ്റിംഗ് കാറ്റഗറിയിലേക്കും 4 തരത്തിലുള്ള DR ആഡ്സ് ഷൂട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി.
നമ്മുടെ ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് യങ്സ്റ്റേഴ്സ് ആണ്. ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ്. സോ ആസ് എനി മാർക്കറ്റർ വുഡ് അഗ്രി, ജെൻസീസ് ആർ ദ മോസ്റ്റ് ചാലഞ്ചിങ് ടാർഗറ്റ് ഓഡിയൻസ് ആസ് ഓഫ് നൗ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് വന്നു തുടങ്ങിയത് DR ആഡ്സിൽ തന്നെയായിരുന്നു. ആ DR ആഡ്സ് സ്റ്റാർട്ട് ചെയ്ത മുതൽ കേരളത്തിൽ ആരും ഈവെന്റിനെ കുറിച്ച് സംസാരിക്കാത്തതോ ഈവെന്റിനെ കുറിച്ച് അറിയാത്തതോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 7 ദിവസത്തെ പരിപാടി മൊത്തവും അവിടെ എന്താണ് നടക്കുന്നത്, 7 ദിവസത്തെ പ്രോഗ്രാം, 7 ദിവസത്തെ എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ വരുന്നു എന്നുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു എക്സ്പ്ലെയിൻ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഏറ്റവും വലിയ ചലഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ നമുക്കത് ഫിനിഷ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ഫസൽ അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ച സമയത്താണ് ഇവൻ്റ് കൊച്ചിയിലാണ് നടക്കുന്നത് നാട്ടുകാർക്ക് അറിയണമെങ്കിൽ. അപ്പോൾ ആ നാട്ടിലെ അവർ സ്ഥിരം കാണുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അതിൻ്റെ ഫൂട്ടേജുകളിൽ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയ സാധനങ്ങൾ ആഡ് ചെയ്യുക. അതായത് CGI കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ ടീമായ ലക്ഷ്മിയോട് നമ്മൾ റിക്വയർമെൻറ്റ് പറയാൻ. ആക്ച്വലി ഞങ്ങളിങ്ങനെ മൂട്ടിൽ തീ പിടിച്ചിരിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് അനസ് ദുബായിക്ക് കോഡ് പ്ലേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് ഞാൻ നോക്കിയത്. ഒന്ന്, ജെയിനിൽ ഫിസിക്കലി ഓടാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ഡിസൈൻസ് ഹെഡ് ചെയ്യാനും ഇവിടുന്ന് ക്രിയേറ്റീവ് അപ്രൂവൽസ് കാര്യങ്ങൾ കൊടുക്കാൻ ഒരാൾ വേണം. പ്രൊജക്റ്റ് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ഇങ്ങനെ 3 പേരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 3 പേരെ ഞാനത് ഏൽപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് സുഖമായിട്ട് എനിക്ക് പോയി വരാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. With less than 15 days remaining, we started with the digital announcement creatives and digital ticket sales creatives. ഇവന്റ് പ്രൊഡക്റ്റ് ക്രിയേറ്റീവ്സ്, ആഡ്സ് റൺ ചെയ്യാനുള്ള ബാൻഡ്സിന്റെ ക്രിയേറ്റീവ്സ്, വർക്ക്ഷോപ്പ് ക്രിയേറ്റീവ്സ്, മാസ്റ്റർ ക്ലാസ്സസ്, ആഡ്സ്. ഇതിൻ്റെയൊക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. 300+ സ്പീക്കേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സിംഗിൾ ക്രിയേറ്റീവ്സ്, സെഷൻ ടെംപ്ലേറ്റ്സ്, അതുപോലെ തന്നെ 10 സെക്കൻഡ്സ് TV ആഡ്സ്, 10 സെക്കൻഡ്സ് തിയേറ്റർ ആഡ്സ്, അതുപോലെ തന്നെ എല്ലാ ഷോർട്ട് ലെങ്ത്തിലേക്കും CGI വീഡിയോസ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് കൊളാർ. So pre-event activation videos of Dance Kochi Dance and the Graffiti Wall. Countdown videos featuring Jain University students themselves. 200ഓളം സെഷൻസിൻ്റെ ഇൻഡിവിജ്വൽ പോസ്റ്റേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു January 23rd ഒക്കെ ആയപ്പോഴേക്കും നമ്മളുടെ സെക്കൻഡ് സ്കിൻ ചേഞ്ച്, ഓഡിയൻസിൻ്റെ സെക്കൻഡ് സ്കിൻ ചേഞ്ച് ആയി. 23rd മാറ്റുന്നത്, 25th ഇവൻറ്റ്. സോ 23rd നൈറ്റ് തന്നെ നമുക്ക് 100+ ഓഡിയൻസ് തീർക്കണം. നെക്സ്റ്റ് ഡേ ഇവരെല്ലാവരും കൂടെ കൊച്ചിയിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഇനി ഇവിടെ ഇരുന്ന് ചെയ്യേണ്ട വർക്കല്ല, ഇനി കൊച്ചിയിൽ പോയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവന്റിന്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ നമ്മളെ മീഡിയ പ്രൊഡക്ഷൻസ് കാര്യങ്ങൾ, ഷൂട്ട്, ഡെലിവറബിൾസ് അതൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ ഓച്ച് കാര്യങ്ങൾ, ഡിജിറ്റൽ ക്രിയേറ്റീവ്സ്, അങ്ങനെയുള്ള നമ്മൾ നോർമലി ഒരു ഇവന്റ് നമ്മൾക്ക് വരുന്ന സമയത്ത് നടക്കേണ്ട എല്ലാ ഡെലിവറബിൾസും കൊളാട്രൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാണ്ട് വേറൊരു സൈഡിൽ കേരളം കണ്ടതിൽ വെച്ചിട്ടും ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് ദ മിക്സഡ് റിയാലിറ്റി ആഡ് ആയിരുന്നു. കേരളം ഇതുവരെ പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു ആഡ്. കാരണം നമ്മളെപ്പോഴും ഫ്യൂച്ചർ സമ്മിറ്റ് എന്നാണ് പറയുന്നത്. സോ വി വോണ്ട് ടു ഗിവ് സംതിങ്. നമ്മൾ അഡ്വർടൈസ്മെന്റിലും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലും മാർക്കറ്റിങ്ങിലും എന്തെങ്കിലും ഫ്യൂച്ചർ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. കേരളം ഇതുപോലെ ഒരു മിക്സഡ് റിയാലിറ്റി ക്യാമ്പയിൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാംഗ്ലൂരിലുള്ള ഫ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് നെറ്റ്ഫ്ലിക്സ് മുതൽ ഗൂഗിൾ വരെയുള്ള കമ്പനികൾക്ക് ഈ മിക്സഡ് റിയാലിറ്റി ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഈ സ്റ്റോറി ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ക്ലയൻറ്റിന് പിച്ച് ചെയ്തു. അമേസിങ് ഫൺ. നമ്മൾ ആ ചെയ്യുന്ന ഒരു കിക്ക് കിട്ടൂലേ നമ്മൾ ചാനൽ ചെയ്യുന്ന സമയത്ത്. ആ ഒരു കിക്ക് ഈ മിക്സഡ് റിയാലിറ്റി ആഡും ഇതുകൂടി ഒരുമിച്ച് വന്നപ്പോൾ അതൊരു മിക്സ്ഡ് ഒരു സക്സസ് ഇമോഷൻ ആയിരുന്നു. അത് റിയലി ഡ്രോ വാസ് ക്രേസി. ആ ഒരു മൊമെന്റ് വാസ് ക്രേസി. ആർ യു റെഡി ഫോർ ദ ഫ്യൂച്ചർ എന്ന് ചോദിച്ച് ഒരു 2 months ബാക്ക് നമ്മൾ തുടങ്ങിയൊരു ക്യാമ്പയിനാണ്. ഇറ്റ്സ് ഫ്യൂച്ചർ ബിഗിൻസ് ഹിയർ എന്നുള്ളൊരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ യു ഗോണ ഗെറ്റ് ഇറ്റ് ടുമോറോ.
ഇവന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് ക്രൈസിസ് മാനേജ്മെന്റാണ്. സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഇവന്റ് സ്റ്റാർട്ട് ആയപ്പോൾ നമ്മൾ എക്സ്പ്രസോയിന്ന് വാറും നേരെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ 7 ദിവസത്തെ ഇവന്റ് അതിൽ 5-ൽ കൂടുതൽ വെന്യൂസിലാണ് ഓരോ വർക്ക്ഷോപ്സ്, മാസ്റ്റർ ക്ലാസ്സസ്, സെഷൻസ് എല്ലാം നടക്കുന്നത്. നമുക്ക് ഇവന്റിന്റെ അതേ ടൈമിൽ പോകാനുള്ള ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ടായിരുന്നു, ആർട്ട് ക്രിയേറ്റീവ്സ് ഉണ്ടായിരുന്നു, വെബ് ബാനേഴ്സ് ക്രിയേറ്റീവ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ 3 സൈസസിലേക്ക് വേണം. ഇറ്റ് വാസ് ഫോർ സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്സ് ആൻഡ് അതർ പ്ലാറ്റ്ഫോംസ് ടു. പിന്നെ ഇതിന് പുറമെയാണ് ടെക് എക്സ്പോ, ഫ്ലീ മാർക്കറ്റ്, പിന്നെ കോൺസേർട്ട് വീഡിയോസ്. ഇതെല്ലാം അന്നന്ന് ക്വാളിറ്റി പോലും കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ സ്പീഡിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് എൻ ഇവന്റ്, ഇറ്റ് ഹാസ് ടു ബി സ്പീഡി. അതിന് നമ്മളെ സഹായിച്ചത് ഫാരിസ് ഖാൻ്റെ ടീമായിരുന്നു. അപ്പോൾ there were multiple videographers and there were multiple editors. All of us were working in the war room inside Jain University. എൻ്റെ കൂടെ എനിക്കൊരു അസിസ്റ്റായിട്ട് അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് അനുഭവത്ത്. അവനും ഞാനും കൂടെ ആയിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത്. സ്പോട്ടിൽ വീഡിയോസ് വരും, സ്പോട്ടിൽ ഒരു ക്യാമറ കാർഡ് വളണ്ടിയേഴ്സ് എത്തിക്കും. അപ്പോൾ അതിൽ നിന്ന് സ്പോട്ടിൽ വീഡിയോസ് ചെയ്തിട്ട് അപ്പം തന്നെ ഔട്ട് കൊടുക്കുന്നൊരു 7 ദിവസം കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏകദേശം പോയിരിക്കുന്ന 1000-നടുത്ത് പോസ്റ്റുകളാണ്. ട്രാക്ക് ഹെഡ്സ് നേരെ വന്നിട്ട് ഞങ്ങളുടെ അടുത്തിരിക്കും. ഇന്നതൊക്കെയാണ്, ഇന്നെൻ്റെ ട്രാക്കാണ് പോകേണ്ടത് കേട്ടോ മോനെ. അപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ അടിച്ച് പറയും. കോളേജ് വൈബാണ് ഞങ്ങളുടെ ഇടയിലും. ആ ഒരു കോളേജ് എന്താ പറയുക, ഒരു യങ് ആയിട്ടുള്ള കുറച്ച് എന്തൂസിയാസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മൂഡായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ ജസ്റ്റ് വർക്ക് ചെയ്യുക മാത്രമായിരുന്നു. ഫോർ എവറി കോൺസെർട്ട് വി വർ ഈവൻ പ്രസന്റ്. പിന്നെ ഉള്ളത് ബാക്കി വർക്കൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഫുൾ എൻജോയ് ചെയ്യാം. അവിടെ മ്യൂസിക് ഫെസ്റ്റ് അങ്ങനെയുള്ള പരിപാടിക്ക് നേരെ ഇറങ്ങി ചുറ്റുക, കറങ്ങുക, എന്നിട്ട് തിരിച്ചു വരിക, വീണ്ടും എഡിറ്റ് ചെയ്യുക. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി വലിയ ഇവൻ്റ് ആയിരുന്നു ഫ്യൂച്ചർ സമ്മിറ്റ്. നല്ല കുറേ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടോം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഷൻ ഉണ്ടല്ലോ, അതാണ് ഇതെല്ലാം പോസിബിൾ ആക്കിയത്. ഇത് 7 സുന്ദര രാത്രികളും 7 സുന്ദര പകലുകളും